തന്ത്രപ്രധാനമായ ആഗോള വിപണിയിൽ ഭാരതത്തെ തളയ്ക്കാൻ ചിലർ കരുക്കൾ നീക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം യുദ്ധവിമാനമായ തേജസ് മാർക്ക് 1A എഞ്ചിൻ വിതരണം വൈകിയപ്പോൾ പലരും കരുതി ഭാരതത്തിൻ്റെ പ്രതിരോധ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചുവെന്ന്. എന്നാൽ കളി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശക്തമായ നയതന്ത്ര ഇടപെടൽ ഇവിടെയും വിജയം കണ്ടിരിക്കുകയാണ്. അമേരിക്കൻ കമ്പനിയായ GE തങ്ങളുടെ നിർമ്മാണ വേഗത ഇരട്ടിയാക്കി തേജസിനുള്ള എഞ്ചിനുകൾ ഭാരതത്തിലേക്ക് എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് അഭിമാനത്തോടു കൂടി എടുത്തു തന്നെ പറയണം. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ പ്രതിസന്ധി ഭാരതത്തിന് നൽകിയത് മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ പാഠമാണ്. എന്നാൽ ആ രഹസ്യ നീക്കം എന്താണ്? തേജസ് വിമാനങ്ങളെ ലോകത്തിലെ ഏറ്റവും മികച്ച ശക്തിയാക്കി മാറ്റാൻ പോകുന്ന ആ തദ്ദേശീയ പദ്ധതി എന്താണ്? മിനിറ്റുകൾക്കകം നമ്മളത് അറിയാൻ പോകുന്നു. വീഡിയോ പൂർണ്ണമായി കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, അമേരിക്കൻ കമ്പനി എഞ്ചിൻ നൽകാൻ വൈകിയപ്പോൾ നമുക്ക് റഷ്യയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ മറ്റൊരു എഞ്ചിൻ വാങ്ങി ഇതിൽ വെച്ചുകൂടായിരുന്നോ എന്ന്. എങ്കിൽ കേട്ടോളൂ, ഒരു വിമാനം എന്നത് മൊബൈൽ ഫോൺ പോലെ പാർട്സുകൾ എളുപ്പത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു സംവിധാനമല്ല. തേജസ് മാർക്ക് 1A രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് F404 എഞ്ചിൻ്റെ ഭാരം, വലുപ്പം, വായുസഞ്ചാര ശേഷി എന്നിവ കൃത്യമായി കണക്ക് കൂട്ടി അതിന് ചുറ്റിലുമാണ്. നമ്മൾ പെട്ടെന്ന് മറ്റൊരു എഞ്ചിനിലേക്ക് മാറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വിമാനത്തിന്റെ മുൻഭാഗത്തെ എയർ ഇൻടേക്കുകൾ മാറ്റേണ്ടി വരും. ഉള്ളിലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ പൂർണ്ണമായി മാറ്റി എഴുതേണ്ടി വരും. അതുപോലെ തന്നെ വിമാനത്തിന്റെ പിൻഭാഗം വീണ്ടും പുതിയതായി ഡിസൈൻ ചെയ്യേണ്ടിയും വരും. ഇതിനായി കുറഞ്ഞത് 5 മുതൽ 7 വർഷം വരെയാണ് നമുക്ക് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് HAL ചെയർമാൻ വ്യക്തമാക്കിയത്, തേജസിന് നിലവിൽ പ്ലാൻ B ഇല്ല എന്നത്. ഈ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ തേജസിന്റെ ജീവൻ എന്നതും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനുകൾ വരാൻ വൈകിയപ്പോൾ നമ്മുടെ HAL കൈയും കെട്ടിയിരിക്കുകയായിരുന്നില്ല. അവിടെയാണ് ഭാരതത്തിന്റെ ദീർഘവീക്ഷണം നമ്മൾ കാണേണ്ടത്. എഞ്ചിൻ ഇല്ലെങ്കിലും വിമാനത്തിന്റെ മറ്റ് പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മുടെ HAL കൃത്യസമയത്ത് തന്നെ നിർമ്മിച്ച് പൂർത്തിയാക്കി എന്നതാണ്. നിരവധിയായ തേജസ് വിമാനങ്ങൾ എഞ്ചിൻ ഘടിപ്പിക്കാൻ മാത്രമായി സജ്ജമായി ഫാക്ടറിയിൽ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അമേരിക്കൻ കമ്പനി തങ്ങളുടെ തടസ്സങ്ങളെല്ലാം പരിഹരിച്ച് എഞ്ചിൻ വിതരണം പുനരാരംഭിച്ചു കഴിഞ്ഞു എന്നതാണ്. വൈകാതെ തന്നെ ഈ വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുന്നതാണ് ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു വിഷമമായി കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഒരു വജ്രായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. എന്താണ് വജ്രായുധം എന്നല്ലേ? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മികവിന്റെ പ്രതീകമായ കാവേരി 2.0 എഞ്ചിൻ പ്രോഗ്രാം, നമ്മുടെ GTRE ശാസ്ത്രജ്ഞർ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ഈ പദ്ധതി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി ഒരു അത്യാധുനിക ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാൻ 15 വർഷത്തോളം സമയമെടുക്കും. എന്നാൽ ഡിജിറ്റൽ സിമുലേഷൻ സാങ്കേതിക വിദ്യയും സമാന്തര ടെസ്റ്റിംഗും വഴി ഈ സമയപരിധി 10 വർഷത്തിൽ താഴെയായി ചുരുക്കാനാണ് നമ്മുടെ ഭാരതം ലക്ഷ്യമിടുന്നത്. ഹൈ പ്രഷർ ടർബൈൻ ബ്ലേഡുകൾ, അത്യാധുനിക ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റംസ് എന്നിവയെല്ലാം തദ്ദേശീയമായി വികസിപ്പിക്കുന്നതോടെ സാങ്കേതിക വിദ്യയിൽ ഭാരതം സ്വയം പര്യാപ്തത നേടും എന്നതാണ്. വരും വർഷങ്ങളിൽ, അതായത് തേജസ് വിമാനങ്ങളുടെ മിഡ് ലൈഫ് അപ്ഗ്രേഡ് സമയത്ത് ഈ കാവേരി 2.0 എഞ്ചിൻ ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ വലിയൊരു വിലയിരുത്തലായി നിലനിൽക്കുന്നത്. സൗഹൃദ രാജ്യങ്ങളുമായുള്ള സാങ്കേതിക കൂട്ടായ്മകളും ഇതിനെ കരുത്തു പകരുന്നുണ്ട് കേട്ടോ. ലക്ഷ്യം ഒന്നേയുള്ളൂ, തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെയും അനുമതിക്കായി ഭാരതം ഇനി കാത്തു നിൽക്കരുത് എന്നതാണ്. ഈ തദ്ദേശീയ എഞ്ചിൻ യാഥാർത്ഥ്യമാകുന്നതോടെ തേജസ് മാത്രമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന നമ്മുടെ അത്യാധുനിക ഡ്രോണുകളും ചരക്കു വിമാനങ്ങളും വരെ ഭാരതത്തിൻ്റെ സ്വന്തം കരുത്തിൽ ആകാശം തൊടും എന്നതാണ്. തദ്ദേശീയമായ ഈ മുന്നേറ്റത്തെക്കുറിച്ച്, ഭാരതത്തിൻ്റെ ഈ പുതിയ നയതന്ത്ര വിജയത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.